അപകടങ്ങളാ സഹോദരങ്ങളെ, എത്ര ദുരന്തമായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശാലമായി പറയുന്നില്ല. അള്ളാഹു എല്ലാ ദുരന്തങ്ങളെ തൊട്ടും കാക്കുമാറാകട്ടെ. ഒരുപാട് ദുരന്തത്തിൽ പെട്ടുപോയ ആളുകളുണ്ട്, അപകടങ്ങളിൽ പെട്ടുപോയ ആളുകളുണ്ട്. കാട്ടാളന്മാർ കൈകാര്യം ചെയ്ത പാവപ്പെട്ട ഒരു മനുഷ്യനെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ കൂടുതലായി കടന്നു പോകുന്നില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവനും ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥനയോടെ കണ്ണീരോടെ റബ്ബിന്റെ മുമ്പിൽ കൈവെക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിസരത്തുള്ള കാസർഗോഡല്ലയോ, ആ കാസർഗോഡിന്റെ പരിസരത്തല്ലയോ കൊടക് ജില്ലക്കാരനായ ഒരു പാവപ്പെട്ട പൊന്നുമോൻ, മുഅദ്ദിനായ ചെറുപ്പക്കാരൻ, ഒന്നര വയസ്സുള്ള കുട്ടികളുള്ള ചെറുപ്പക്കാരൻ, എന്റെ പ്രിയപ്പെട്ടവര്, ചെറിയവര് കൊന്നില്ലയോ, ഭാര്യ ഗർഭിണിയല്ലയോ, ജീവിതത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി പണിക്ക് വന്ന ചെറുപ്പക്കാരനല്ലയോ, എന്ത് തെറ്റ് ചെയ്തു എന്ന് പ്രായം ചെന്ന ഉപ്പ ചോദിക്കുക, കണ്ണീരോട് ചോദിക്കുക. ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല എന്റെ പൊന്നുമോൻ, ഒരാളോടും ഒന്ന് ദേഷ്യപ്പെട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ എന്തിനു കൊന്നുകളഞ്ഞു, എന്തിനു കൊന്നുകളഞ്ഞു? രാജ്യം കണ്ടിട്ടില്ലാത്ത, രാജ്യം കണ്ടിട്ടില്ലാത്ത എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ ചിഹ്നമായ പള്ളിയുണ്ടല്ലോ, സമാധാനത്തിന്റെ ആഹ്വാനം മുഴങ്ങുമ്പോ അയ്യാലസ്സലാ, നിങ്ങളെ നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുന്നതിനാ? അവിടെ സമാധാനം വീഴാനും വേണ്ടിയല്ലയോ? കാരണം നിസ്കരിക്കുന്നവരാ, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കൃത്യമായ നിസ്കാരമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന് കള്ളുകുടിയനാകാൻ പറ്റുമോ? അവന് കൊന്നുപിടിയനാകാൻ പറ്റുമോ? അവന് ഭീകരവാദിയാകാൻ പറ്റുമോ? അവൻ അന്യമത സഹോദരനോട് ഉറപ്പോടെ പോലും നോക്കാൻ പറ്റുമോ? അവന് സഹോദര്യത്തിൽ നിന്ന് വിട്ടുമാറാൻ പറ്റുമോ? അങ്ങനെ മനുഷ്യനെ സംസ്കാരം പഠിപ്പിക്കുന്ന ആരാധനയുടെ ആലയമായ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിലേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തുന്ന റിയാസ് എന്ന പൊന്നുമോൻ, ആ ചെറുപ്പക്കാരന് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നില്ലയോ കാപാലുകർ, കറുത്തുപോയ ഹൃദയത്തിന്റെ ഉടമസ്ഥർ? അല്ലാഹുവേ, സമുദായത്തിലെ കാക്കണേ അല്ലാ, അവർക്ക് അർഹമായ ശിക്ഷ നീതിപീഠത്തിന്റെ മുമ്പിൽ അല്ലാഹുവേ നൽകണേ അല്ലാ. പരലോകത്തിൽ പടച്ച തമ്പുരാനെ ഒട്ടും കുറവാ പൊന്നുമോന് വരികയില്ല. കടന്നു വന്നില്ലയോ, കടന്നു വന്നില്ലയോ? ഇശാസ്കാരം കിടന്ന് എത്രയോ ദിക്ർ ചെല്ലുന്ന ചെറുപ്പക്കാരനാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവനാ. ആ തസ്ബീഹ് ബാലയെ പിടിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, മിഹ്റാബിന്റെ പരിസരത്തിരുന്ന് ദിക്ർ ചെല്ലുമ്പോ ആ പണ്ഡിതനെ, ആ മുഅദ്ദിനായ സുഹൃത്തിനെ മൃഗങ്ങളെ അറക്കും പോലെ കടുത്തറുത്ത് കൊന്നില്ലയോ, കടുത്തറുത്ത് കൊന്നില്ലയോ? ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വർഗീയ ഫാസിസ്റ്റുകളല്ലയോ, സമാധാനം തകർക്കാൻ വന്നവരല്ലയോ? ഈ രാജ്യം എത്ര മനോഹരമാണ്, ഈ രാജ്യം എത്ര സമാധാനമാണ്. ഈ രാജ്യം ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ശസ്സോടെ നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഭാരതമെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് രാജ്യങ്ങളെ സന്ദർശിച്ച എത്രയോ ആളുകൾ നമ്മുടെ രാജ്യത്തിലുണ്ട്, പുറം രാജ്യത്തിലുണ്ട്. എന്നോട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണല്ലോ. എന്റെ യാത്രക്കിടയിൽ ഞാനുമായിട്ട് കണ്ടുമുട്ടി, മണിക്കൂറുകളോളം സന്ദർശിച്ചു. ഏതോ 50 or 60 രാജ്യങ്ങൾ അയാൾ സന്ദർശിച്ചു. അയാളെ സസോടെ പറയുകയാ, പക്ഷേ നമ്മുടെ രാജ്യത്തിനെ പോലെ ഒരു രാജ്യം, നമ്മുടെ രാജ്യം പോലൊരു രാജ്യം, നമ്മുടെ രാജ്യം പോലൊരു രാജ്യം ലോകത്തില്ല. എന്തുകൊണ്ടെന്നറിയുമോ? ഇവിടെയുള്ള ഹൈന്ദവനും, ഇവിടെയുള്ള മുസൽമാനും, ഇവിടെയുള്ള ക്രൈസ്തവനും, ഇവിടെയുള്ള ബുദ്ധനും, ഇവിടെയുള്ള ജൈനനും, ഇവിടെയുള്ള മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമ്മ പറ്റ, ഒരമ്മ പറ്റ, ഒരു മാതാവിന്റെ മക്കളെ പോലെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് വർണ്ണ മനോഹരമായ പുഷ്പങ്ങൾ ഒന്നിച്ച് പുഷ്പിക്കുന്ന സുന്ദരമായ ഒരു പുഷ്പവാടി, ഒരു സുന്ദരമായ പൂന്തോപ്പ്. അത് ഇന്ത്യയല്ലാതെ ലോകത്തില്ല, അത് ഇന്ത്യയല്ലാതെ ലോകത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് കളങ്കം ചാർത്താൻ ആര് വന്നാലും മതം മറന്ന്, രാഷ്ട്രീയം മറന്ന്, എല്ലാ വേർതിരിവുകളും മറന്ന്, എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് മനുഷ്യനെന്ന ഒറ്റ വികാരത്തില് മാനോദരോ
മാനവരാശിയെ എന്ന് നമ്മൾ രാജ്യത്തിന്റെ മക്കൾ ഭാരതമെന്ന വികാരത്തിൽ കൈകോർക്കുന്നുണ്ടോ അന്ന് ഈ രാജ്യത്തിന് സമാധാനം കിട്ടൂ. മനസ്സ് ഉള്ളും പുറവും ഒന്നുപോലെ മനുഷ്യനെ സ്നേഹിക്കാൻ മൈക്ക് കിട്ടുമ്പോ മാത്രമല്ല, ഏതെങ്കിലും ലേഖനത്തിന്റെ തൂലിക ചലിക്കുമ്പോ മാത്രമല്ല, ഏതെങ്കിലും പരോക്ഷമായി മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളും പുറവും ഈ രാജ്യത്തിന്റെ വികാരം ഉൾക്കൊണ്ട്, ഈ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം ഉൾക്കൊണ്ട്, ഈ രാജ്യത്തിന്റെ മഹിതമായ സംസ്കാരവും സംസ്കൃതിയും ഉൾക്കൊണ്ട് ഈ രാജ്യം ഏത് വർഗീയ ഫാസിസ്റ്റുകളോട് പോരാടിയോ, ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയതയല്ലയോ ബ്രിട്ടീഷുകാർ ഇവിടെ നടത്തിയത്? അവരിട്ടുപോയ ഏതൊക്കെയോ വേരുകളല്ലയോ, ഏതെല്ലാമോ ശിരസിലൂടെ ഇപ്പോഴും ഓടുന്നത്? അതിനെ കണ്ടറിയാനും മാറ്റേണ്ടവരെ മാറ്റി നിർത്താനും അകറ്റേണ്ടവരെ അകറ്റി നിർത്താനും മുഴുവൻ ആളുകളും എന്ന് തയ്യാറാകുന്നുവോ? അന്നല്ലാതെ രാജ്യത്തിന് സമാധാനമില്ല, അന്നല്ലാതെ രാജ്യത്തിന് സ്വസ്ഥതയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കൊല്ലും കൊലയും കൊണ്ട് ഒരു രാജ്യത്തും സമാധാനം കിട്ടിയിട്ടില്ല, ഒരു രാജ്യത്തും സായുജ്യം കിട്ടിയിട്ടില്ല, ഒരാളും സുന്ദരമായി ഉറങ്ങിയ ചരിത്രമില്ല. അതുകൊണ്ട് മനുഷ്യ സ്നേഹികളാകാൻ മാനവരാശിയെ സ്നേഹിക്കുന്നവരാകാൻ മനുഷ്യനെ കാണേണ്ടതുപോലെ കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മറക്കാൻ സാധ്യമല്ല. അതൊരു പ്രതിരോധത്തിനല്ല, അതൊരു വെല്ലുവിളിക്കല്ല. എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ മകുടോദാഹരണമായ സുന്ദരമായ സമാധാനത്തിന്റെ കേന്ദ്രമായ പള്ളിയുടെ മിഹ്റാബില് കടുത്തറത്ത് കൊല ചെയ്യപ്പെട്ട തസ്ബീഹ് മാല പിടിച്ച് റബ്ബിന്റെ മുമ്പിൽ രക്തസാക്ഷിയായി വിട പറന്നുപോയ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു മനുഷ്യ സ്നേഹിക്ക് മറക്കാൻ പറ്റുക? ഒരു മുസ്ലിമിന് മാത്രമല്ല, അതുപോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ അപകടപ്പെട്ടു കിടക്കുന്നവനെയും കുറിച്ച് പറയാനുള്ളത്. ഏതൊരാരാധനാലയവും അത് സമാധാന കേന്ദ്രങ്ങളാണ്, മറന്നു പോകണ്ട. ഒരാരാധനാലയവും ഒരാരാധനാ നിഷ്ഠകളും ഒരിക്കലും തീവ്രവാദം പഠിപ്പിക്കുന്നില്ല, ഭീകരവാദം പഠിപ്പിക്കുന്നില്ല. മാനുഷാത അരുള് കാട്ടാളാ, അരുത് കാട്ടാളാ എന്നാണ് പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കാൻ, കരുതലോടെ മുന്നോട്ട് പോകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശബ്ദം ശ്രവിക്കുന്നു, ഇപ്പോൾ ശ്രവിക്കുന്നവർ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്ന ആളുകള്, അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും ഇരുന്ന് ശ്രദ്ധിക്കുന്ന ആളുകള്, ഈ മുഹിമ്മാത്ത് ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന ആളുകള്, എല്ലാവരോടും ഞാൻ പറയുകയാ, ഇവിടെയുള്ള വിശ്വാസികൾ ജീവൻ കൊടുത്ത് പോരാടിയതല്ലയോ സ്വാതന്ത്ര്യം? ഈ രാജ്യത്തിനോടുള്ള സ്നേഹം അതെന്നും നമുക്കുണ്ടാവണം, അതെന്നും നമ്മൾ ഉണ്ടാകും. നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്, ഈ രാജ്യത്തുള്ളവരെല്ലാം ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ആരും പുറത്തു നിന്ന് വന്നവരല്ല, ആരും പുറത്തേക്ക് പോകേണ്ടവരുമല്ല. ഈ രാജ്യം, ഈ ഭാരതം ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു നിറച്ചായ ചെറുക്കോട്ടുള്ളവർക്ക് മാത്രമല്ല, ഈ ഭാരതത്തിൽ വസിക്കുന്നവർക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, കൂടുതലാ ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിക്കാൻ, ഒരു മനുഷ്യ സ്നേഹിയാകാൻ, അല്ലാഹുവിനെ അറിയാൻ, ഹബീബായ പ്രവാചകനെ അറിയാൻ, അല്ലാഹുവിന്റെ ആരാധനകളുടെ ആഴങ്ങളിലൂടെ കടന്നു പോകാം എന്ന് നീ തയ്യാറാകുന്നോ? അപ്പോഴാടിന്റെ യുവത്വം അതിമനോഹരമായ ഒരു യുവത്വമാണെന്ന് പറയാൻ പറ്റുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.